അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയാലോ. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പെർഫെക്റ്റ് കേക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന ബെല്ലൈക്കനും ആ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ക്ലീൻ ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ടേക്കുന്നത്. അതൊന്ന് 3 ടീസ്പൂൺ ആദ്യം മാറ്റി, എന്നിട്ട് 3 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നന്നായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ക്ലീൻ ബൗളിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 തവണയാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും അരിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആവും, അത് കേക്ക് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും ചെയ്യും. ഇത് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ക്ലീൻ ബൗൾ വേറെ എടുത്ത് അതിലേക്ക് നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ബീറ്റായി വരുന്ന വരെ നമുക്കൊന്ന് ബീറ്റാക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഷുഗർ പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് ഓയിൽ, അത് കുറേശ്ശായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ആ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറും മൈദപ്പൊടിയും ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ആ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുന്നേ നമ്മൾ നന്നായി ഒന്ന് ബട്ടറോ നെയ്യോ ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റായി വെച്ച ചരുവത്തിലേക്ക് ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ പ്രീ ഹീറ്റായി വെക്കണം. അതിലേക്ക് നമ്മൾ ആ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പം നമുക്ക് 30-35 മിനിറ്റ് നേരം നമുക്ക് കേക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ 35 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് കേക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ബേസ് എടുത്ത് അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഇടാൻ ശ്രമിക്കണം കേട്ടോ ഷുഗർ സിറപ്പ്, എന്നാലാണ് കേക്കിന് ടേസ്റ്റ് വരുള്ളൂ, നല്ല സോഫ്റ്റായിട്ടും കിട്ടും. നാല് സൈഡിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വീണ്ടും ഇതേപോലെ ഇട്ട് കൊടുത്ത് വീണ്ടും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും മൂന്നാമത്തെ ലെയറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് മോഡലിലാണോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് നോസിലാണെന്നുണ്ടെങ്കിൽ അതേ ഒരു മോഡലിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ 3 ലെയറും വെച്ച് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് ലെവലാക്കി സ്ക്വയറായിട്ട് തന്നെ നന്നായി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കിൻ്റെ എഡ്ജൊക്കെ നമുക്ക് സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കാം കേട്ടോ. നമുക്കിത് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കേക്ക് അങ്ങനെ വലിയ ഇതായിട്ട് ചെയ്യുന്നതല്ല. മോളാണ് എൻ്റെ കേക്ക് ഓർഡറൊക്കെ എടുക്കണതും ചെയ്യണതൊക്കെ മോളാണ്. നമ്മൾ ഈ ചിക്കനും മട്ടനൊക്കെ അല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ കേക്കിലേക്ക് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് വോയിസ് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് പേരെഴുതി കൊടുക്കാം കേട്ടോ. ഓർഡർ കേക്കാണ്.
മോളിപ്പോൾ നന്നായി കുറേ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിവിടെ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ 550 രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.